ഹായ് ഗൈസ്, മെറാവ് വേഴ്സസ് ഉമ, വാട്ട് റിയലി ഹാപ്പൻഡ്? എന്താണ് ശരിക്കും സംഭവിച്ചത്? UFC 311 കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അൺബിലീവബിളി ഗുഡ് കാർഡായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇസ്ലാം വേഴ്സസ് അർമാൻ സറോക്കിനായിരുന്നു മെയിൻ ഫൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കോമെയിൻ ഇവൻ്റ് ആയിരുന്നു മെറാവ് വേഴ്സസ് ഉമ. പക്ഷേ അർമാൻ സറോക്കിയൻ ഇഞ്ചുറി ആയി മാറിയതിനെ തുടർന്ന് മൊയ്ക്കാനോ വന്നു. പക്ഷേ അത് അത്രത്തോളൊരു ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ് ആയിരുന്നില്ല. കാര്യം അത് അത്ര ഒരു കോമ്പറ്റീറ്റീവ് ഫൈറ്റ് ആയിരുന്നില്ല. കാര്യം ഫൈറ്റ്സിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും സ്റ്റൈലിസ്റ്റിക് മാച്ചപ്പുകളാണ്. പ്രധാനമായിട്ടും ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അതൊരു കിടിലം മാച്ചപ്പായിട്ട് മാറുന്നത്. പക്ഷേ മെയിൻ ഇവൻറ്റിൻ്റെ കേസിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ലെസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത് ഒബ്വിയസ്ലി മെറാവ് വേഴ്സസ് ഉമർ മാച്ചായിരുന്നു. അങ്ങനെ ഫൈറ്റിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഉമർ മെറാബും തമ്മിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉമർ മെറാബിനെ കുറച്ച് നാളായിട്ട് ചലഞ്ച് ചെയ്യുമായിരുന്നു. എന്നാൽ മെറാബ് ഇതുപോലെ ഉമറിനെ എനിക്കിപ്പോഴേ ഫൈറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. മെറാബിൻ്റെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഈ ഇഞ്ചുറിയുടെ കേസ് ഉണ്ടെന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ ഉമർ ശരിക്കും ഡിസേർവ് ചെയ്യുന്നില്ല. കാര്യം ഉമർ കോറി സാൻഹേഗനെ മാത്രമേ ഫൈറ്റ് ചെയ്തുള്ളൂ. എന്നാൽ അതേസമയം തന്നെ മെറാബ് 4 ചാമ്പ്യൻസിനെ തോപ്പിച്ചിട്ടാണ് ഇപ്പം ഒരു ചാമ്പ്യനായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നു. മെറാബിൻ്റെ സൈഡിൽ ന്യായമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് മെറാബിന് ഫൈറ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ ഇമ്മീഡിയറ്റ്ലി ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റൈലിസ്റ്റിക്കലി വളരെ നല്ലൊരു മാച്ചപ്പായിരുന്നു ഉമർ വേഴ്സസ് മെറാബ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫൈറ്റിന് വഴിവെച്ചത്. അങ്ങനെയാണ് ഈ ഫൈറ്റ് ജനുവരിയിൽ നടക്കുകയും ചെയ്തത്. അങ്ങനെ ഫൈനലി ഫൈറ്റ് നടന്നു. ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഉമറായിരുന്നു ഫേവറേറ്റ്, മെറാബ് ചാമ്പ്യനായിട്ടുള്ള മെറാബ് അണ്ടർഡോഗ് ആയിരുന്നു. അങ്ങനെ ഫൈറ്റ് നടന്നു. പക്ഷേ ഒരുപാട് പേരെ സർപ്രൈസ് ആക്കിക്കൊണ്ട് മെറാബ് ജയിച്ചു. മെറാബ് യുനാനിമസ് ഡിസിഷനിൽ ജയിച്ചു. അങ്ങനെ അതേ തുടർന്നാണ് പിന്നീട് കുറേ ഇഷ്യൂസ് പൊട്ടിപ്പുറപ്പെട്ടു. മീൻസ് ഫൈറ്റേഴ്സ് തമ്മിലുള്ളതിനേക്കാൾ ഉപരി ഫാൻസ് തമ്മിൽ ഓരോ ഇഷ്യൂ, അതേ തുടർന്നുള്ള ഓരോ എക്സ്ക്യൂസസും കാര്യങ്ങളും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെ ശരിക്കും ഈ ഇഷ്യൂസാണ് ഞാൻ ട്വിറ്ററിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഇഷ്യൂസാണ് ശരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് പ്രേരകമായിട്ടുള്ളത്. അതായത് ആ ഒരു ഇഷ്യൂസ് കാരണമാണ് ശരിക്കും ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ സംസാരങ്ങൾക്കെല്ലാം പ്രധാന ഒരു റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡാഗിസ്ഥാനയുടെ ഡിഫീറ്റാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഖബീബ് എന്തുമാത്രം വലിയ ലെജൻഡാണ്. പെർഫെക്റ്റ് റെക്കോർഡോടെ 29-0 എന്ന് പറയുന്ന റെക്കോർഡോടെ റിട്ടയർ ആയ ആളാണ്. അന്നേരം ഖബീബിൻ്റെ സക്സസസ് ആണ് ഈ ഉമർ നർമഗോമഡോവും അതുപോലെ തന്നെ ഉസ്മാനും, പുള്ളിയുടെ അനിയൻ ഉസ്മാൻ ഇവിടെ ഇല്ല, UFC-യിലില്ല, PFL-ലാണ്, വരും, ഭാവിയിൽ വരും, ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ നെക്സ്റ്റ് ബെസ്റ്റ് ഡാഗിസ്ഥാനി എന്നുള്ള രീതിയിൽ ഭയങ്കര ഹൈപ്പ് ഉള്ളായിരുന്ന ആളാണ് ഉമർ നർമഗോമഡോവ്. അങ്ങനെ മറ്റേ ഐ അബ്ദുൽ അസീസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അതായത് ഈ ഡാഗിസ്ഥാനി ക്യാമ്പിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആളാണ് ഉമർ, ഖബീബിൻ്റെ പെർഫെക്റ്റ് റെക്കോർഡ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇവിടെ വെക്കാം. അങ്ങനെ അത്രയും ഹൈപ്പുള്ള ആളായിരുന്നു ഉമർ നർമഗോമഡോവ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ശരിക്കും UFC-ക്കും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. കാര്യം പുതിയൊരു ഖബീബിനെ കിട്ടുകയല്ലേ. അങ്ങനെ ഒബ്വിയസ്ലി അവർ കുറച്ച് സ്പീഡപ്പ് ചെയ്ത് വിടാൻ ഉമറിൻ്റെ കേസിൽ അവർ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ശരിക്കും ഉമർ അത്ര ഒരു മേജർ ഫിഗേഴ്സിന് അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടില്ല. ആകെ കോറി സാൻഹേഗനെ മാത്രമേ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. അത് വളരെ നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു. 5 റൗണ്ട് ഫൈറ്റ് ആയിരുന്നു. അത് വളരെ കൺവിൻസിംഗ്ലിയാണ് ഉമർ ജയിച്ചത്. വളരെ ഡൊമിനൻ്റ്ലി ആണ് ജയിച്ചത്. ടേക്ക് ഡൗൺസും കാര്യങ്ങളൊക്കെ കിട്ടില്ലായിരുന്നു. സാൻഹേഗൻ ഒട്ടും മോശമായിട്ടുള്ള ആളല്ല. എന്നിട്ടും വളരെ കൺവിൻസിംഗ്ലിയാണ് ഉമർ ജയിച്ചത്. അങ്ങനെ അത്രയും ഒരു ഹൈപ്പ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഉമർ എന്ന് പറയുന്നത്. അങ്ങനെ ഉമർ മെറാബിനേക്ക് ഒരു ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെ മെറാബിനെ ഇനിഷ്യലി ഉമറിനെ ഫൈറ്റ് ചെയ്യണമെന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ മെറാബിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ചാമ്പ്യൻസിനെ തോപ്പിച്ചിട്ടാണ് മെറാബ് ചാമ്പ്യനായിട്ട് നിൽക്കുന്നത്. 4 ഫോർമർ ചാമ്പ്യൻസിനെ, ഹോസെ ആൾഡോ, ഷോൺ ഒമാലി, പീട്രിയാൻ, പിന്നെ ഹെൻറി സെഫുഡോ, ഇത്രയും 4 പേരെ തോപ്പിച്ചിട്ടാണ് മെറാബ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ഉമറിൻ്റെ കേസിലാണെങ്കിൽ ഉമർ അത്ര മേജർ പേരുകളെ ഒന്നും അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ മെറാബിന് ഉമറിനെ ഫൈറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതുപോലെ ഉമർ മെറാബിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്ന നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഒടുവിൽ UFC-ക്കും അതിന് ഇൻട്രസ്റ്റ് ആയിരുന്നു. കാര്യം ഡാനിക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് മെറാബ് ഡ്വാലിഷ്വലി എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പം ഒരു ജൂനിയർ ഖബീബിനെ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് ഡാന വൈറ്റിന് ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നല്ലതാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റ് ഫൈറ്റ് നടത്താനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു ഡാഗിസ്ഥാനി ചാമ്പ്യൻ ഉള്ളത് എന്തായാലും UFC-ക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉമറിനെ സ്പീഡ് റൺ ചെയ്ത് കയറ്റി വിട്ടു. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഫൈറ്റ് നടന്നത്. അങ്ങനെ ഫൈറ്റിനെ തുടർന്ന് മെറാബ് വിക്ടോറിയസ് ആയിട്ട് എമർജ് ചെയ്യുകയും ഉമർ തോക്കുകയും ചെയ്തു. ശരിക്കും ഇത് ഒരുപാട് പേർക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഇഷ്യൂസൊക്കെ. കാര്യം പ്രധാനമായിട്ട് ആൾക്കാർക്ക് ഈ ഒരു ലോസിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഡാഗിസ്ഥാനീസ് അങ്ങനെ തോക്കാറില്ല സാധാരണഗതിയിൽ. ഡാഗിസ്ഥാനേക്കാൾ ഉപരി ഒരു നർമഗോമഡോവ് തോക്കെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഉമറിൻ്റെ, ഉസ്മാൻ്റെയും ഖബീബിൻ്റെയൊക്കെ ഈ കമ്പൈൻ റെക്കോർഡും കൊണ്ട് നടക്കുന്നതാണ്. ഇസ്ലാമിനെ അവർ ആദ്യം കൂട്ടാറില്ല. കാര്യം ഇസ്ലാം ഓരോ ഡിഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ UFC-യിലെ
ഒരു മാച്ചിൽ ഡിഫീറ്റ് ഉണ്ട്, ഒരു നോക്കൗട്ട് ലോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു പെർഫെക്റ്റ് റെക്കോർഡ് ഇങ്ങനെ പൊക്കിക്കെട്ട് നടക്കുന്നത് കാണാം. പക്ഷേ ഉമറിൻ്റെ ഓർക്കപ്പുറത്തുള്ള ലോസ് ഒരു ഭയങ്കര അടിയായിരുന്നു പലർക്കും. അങ്ങനെയാണ് ശരിക്കും ആൾക്കാർ ഇതിനെ, അതായത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു MMA മാച്ചാണ്. ഏത് വഴി വേണേലും പോകാം, ആര് വേണേലും ജയിക്കാം തോക്കാം, ജസ്റ്റ് ആ ഒരു രീതിയിലാണ്. അങ്ങനെയാണ് ശരിക്കും MMA മാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം മഖാച്ചേവിൻ്റെ കരിയറിൽ ഒരു ലോസ് ഉള്ളത്, ഓർക്കപ്പുറത്തുള്ളൊരു KO ആയിരുന്നു. അന്നേരം അങ്ങനെയൊക്കെ അതൊക്കെ MMA അത് നടക്കും. ഖബീബിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ഞാൻ ശരിക്കും പറയും, ഖബീബ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നവർ നിന്നില്ലെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാര്യം നിങ്ങൾ ഓവറോൾ ഒരു മാച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും പോകാമായിരുന്നു ഖബീബിന്. പക്ഷേ അത് ഖബീബിൻ്റെ ചോയ്സാണ്. ഇനി ഇപ്പോൾ ഉള്ളത് വളരെ പെർഫെക്റ്റ് റെക്കോർഡ് തന്നെയാണ്. അങ്ങനെ അന്നേരം MMA ആണ്, ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അന്നേരം ഇരുന്നൊരു ലോസ് ഉണ്ടായപ്പോഴാണ് ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നത്. അന്നേരം അവിടെയാണ് ഞാൻ ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഒരുപാട് പേരും ഓരോ ന്യായങ്ങളും കൊണ്ടൊക്കെ വരുന്നു. അതായത് ഇപ്പം പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഉമറിന് കൈക്ക് പരിക്ക് പറ്റി എന്നുള്ള രീതിയിലാണ്. ഒരു കാര്യം നിങ്ങളോട് പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫൈറ്റാണ്. ഫൈറ്റിനകത്തിൽ കൈക്ക് പരിക്ക് പറ്റും, കാലിന് പരിക്ക് പറ്റും. ആരും ഫൈറ്റ് കഴിഞ്ഞിട്ട് വളരെ നോർമലി പോകുന്ന ആൾക്കാരല്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റും, മുഖത്ത് എവിടെയെങ്കിലുമൊക്കെ പരിക്ക് പറ്റും. അത് ഫൈറ്റിനിടയിൽ നോർമലാണ്. ഉമറിന് കൈക്ക് പരിക്ക് പറ്റിയെങ്കിൽ അത് ഫൈറ്റിനിടയിൽ പറ്റിയതാണ്. മെറാബുമായിട്ട് പിടികൂടുന്ന വഴിക്കോ മെറാബിനെ പഞ്ച് ചെയ്യുന്ന വഴിക്കോ പറ്റിയ പരിക്കാണ്. അതിൻ്റെ എക്സാക്റ്റ് ക്രെഡിറ്റ് പോകുന്നത് ശരിക്കും മെറാബിനാണ്. കാര്യം മെറാബുമായിട്ടുള്ള ഫൈറ്റിനിടയിലാണ് അത് പറ്റിയത്. അല്ലാതെ ഇപ്പോൾ ഫൈറ്റിന് മുമ്പ് പറ്റിയൊരു ഇഞ്ചുറിയോ കാര്യങ്ങളൊന്നുമല്ല. അത് ഫൈറ്റിനിടയിൽ പറ്റിയ ഇഞ്ചുറിയാണ്. അതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും മെറാബിനാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെ ഒരു കാര്യം അവിടെയുണ്ട്. അന്നേരം ചുമ്മാ ഇപ്പം ഈ പരിക്ക് പറ്റിയത് കൊണ്ടാണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് എക്സ്ക്യൂസ് ഒന്നുമില്ല. അതായത് മറ്റേവന് ഇടിച്ചപ്പോൾ എനിക്കൊരു മുറിവ് പറ്റി, ആ മുറിവ് ഇല്ലാതെ ഞാൻ അവനെ തോപ്പിച്ചേനെ എന്ന് പറയുന്നതിൻ്റെ സെയിം അത്രയും അബ്സേർഡാണ് ഈ പറയുന്ന ഇഞ്ചുറി പറ്റി, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് പറയുന്നത്. അതുകൊണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് ബേസ്ലെസ് ക്ലെയിമാണ്. പിന്നെ പലരും ഒരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് മെറാബിൻ്റെ കാർഡിയെ കുറിച്ചിട്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പം ഒരുപാട് ഈ രാജസ്ഥാൻ ഫാൻസും ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് മെറാബിൻ്റെ കാർഡിയെ കുറിച്ച് പലരും ഇങ്ങനെ പറയുന്നേക്കാം, മെറാബിന് ഭയങ്കര കാർഡിയോ ആണ്. അത് ശരിക്കും ഒരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഇല്ല കളിയാക്കിക്കൊണ്ടുള്ളൊരു കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഇപ്പം ഈ രീതിയിലാണ് പറയുന്നത്. അതായത് ഇപ്പം മെറാബിന് കാർഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഉമർ ജയിച്ചേനെ, മെറാബിന് കാർഡിയോ ഉള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു രീതിയിൽ പറയുന്ന രീതിയിലാണ് പലരും പറയുന്നത്. മെറാബിന് നല്ല കാർഡിയോ ഉണ്ട്. അത് പലരും പല രീതിയിൽ ഗിഫ്റ്റഡ് ആണ്. ഇപ്പം ഖബീബിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഖബീബിന് ഗ്രാനൈറ്റ് ചിഹ്നമാണ്, ഭയങ്കര അണ്ടർ റേറ്റഡ് ചിഹ്നമാണ്. ഖബീബിനെ ഒരുപാട് സ്ഥലത്തും ഖബീബിനെ അത് രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ബർബേഴ്സായിട്ടുള്ള ഫൈറ്റിനിടയിലാണെങ്കിലും ജസ്റ്റിൻ ഗേച്ചിയുടെ പല പഞ്ചസ് ആണെങ്കിലും ശരിക്കും ഖബീബ് നല്ല അടിപൊളിയായിട്ട് അബ്സോർബ് ചെയ്തെടുത്തതെന്ന് പറയുമ്പോൾ ആ ചിഹ്നം ഉള്ളത് കൊണ്ടാണ്. അത് ശരിക്കും ഒരു ഗിഫ്റ്റഡ് ആണ് ഖബീബ് ചിഹ്നിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഖബീബിൻ്റെ കാർഡിയോയും വളരെ നല്ല കാർഡിയോ ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത കാർഡിയോ ആയിരുന്നു. അന്നേരം ആ രീതിയിൽ മെറാബിന് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ മെറാബിന് അത്യാവശ്യം ഗിഫ്റ്റഡ് ആണ് കാർഡിയോയുടെ കേസിൽ. എന്ന് വെച്ച് യുഎസിലെ ഏറ്റവും കാർഡിയോ ഉള്ളത് മെറാബിന് മാത്രമൊന്നുമല്ല, പക്ഷേ എങ്കിലും യുഎസിലെ വളരെ ഏറ്റവും ബെസ്റ്റ് കാർഡിയോസ് ഉള്ള ആൾക്കാരിൽ ഒരാളാണ് മെറാബ് എന്ന് പറയുന്നത്. അങ്ങനെ മെറാബിന് കാർഡിയോയുടെ കാര്യമുണ്ട്. അവിടെ കാർഡിയോ ഉള്ളതിനേക്കാൾ ഉപരി മെറാബ് പ്രോപ്പർ യൂസ് ഓഫ് കാർഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ പ്രോപ്പർ എൻഡുറൻസ് പ്രോപ്പർലി യൂസ് എന്നുള്ളതാണ് മെറാബ് അവിടെ ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ ഫൈറ്റിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇപ്പം കോറി സാൻഹേഗൻ വേഴ്സസ് ഉമർ ഫൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 5 റൗണ്ട് ഫൈറ്റാണ്. പക്ഷേ അവിടെ ഉമർ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഫുൾ റൗണ്ട് പോയി കഴിഞ്ഞിട്ട് ഉമർ പ്രത്യേകിച്ച് ഫാറ്റിക്കിൻ്റെ കാര്യം ഫുൾ റൗണ്ട് പോയി. അന്നേരം ഈ ഫൈറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഈ ഒരു ഫൈറ്റിൽ കാർഡിയോ ഒരു വിഷയം ആവത്തേയില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഉമർ നല്ല കാർഡിയോ ഉണ്ട്, മെറാബിന് നല്ല കാർഡിയോ ഉണ്ട്, അവിടെ ടെക്നിക്കൽ ഫൈറ്റ് ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ഈ ഫൈറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് ഉമർ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴഞ്ഞൊരു പരുവായി. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മെറാബ് പ്രോപ്പർലി കാർഡിയോ യൂസ് ചെയ്തുകൊണ്ട്, എൻഡുറൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 2 റൗണ്ടിലും മെറാബ് അത്ര ഭീകരമായിട്ട് ഒരു സ്ട്രൈക്ക് ചെയ്യുമോ അങ്ങനെ ആ രീതിയിലോട്ടൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാൻ നിങ്ങൾ കാണത്തില്ല. പക്ഷേ അതിന് പകരം ഇവർ പിടികൂടുകയും ഈ ടേക്ക് ഡൗൺ അറ്റംപ്റ്റുകൾ നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്സിനേക്കാൾ കൂടുതൽ ഇപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പിടികൂടുക അല്ലെങ്കിൽ ഈ പറയുന്ന ടേക്ക് ഡൗൺ ചെയ്യുന്ന അറ്റംപ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണിക്കും. അതിന് ഉമർ ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഉമർ മെറാബിനെ ടേക്ക് ഡൗൺ ചെയ്യാനും പല അറ്റംപ്റ്റുകളും കാര്യങ്ങളും നോക്കിയപ്പോഴത്തേക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. മെറാബ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഈസിയർ ആളല്ല. ഇപ്പം കോറി സാൻഹേഗൻ്റെ കൂട്ടോ അല്ലെങ്കിൽ മെറാബ് മുമ്പ് ഫൈറ്റ് ചെയ്ത ആൾക്കാരുടെ കൂട്ടോ അല്ല, ഒരു രക്ഷയില്ലാത്ത സ്ട്രെങ്തും അതുപോലെ തന്നെ ഈ പറയുന്ന എൻഡ്യൂറൻസും എല്ലാം ഉള്ള ഒരാളാണ് മെറാബ് എന്ന് പറയുന്നത്. അങ്ങനെ ഉമർ വിചാരിച്ച പോലെ മെറാബിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയതുമില്ല. എന്നാൽ അതേസമയം തന്നെ മെറാബിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ പിടികൂടി ഉമർ ക്ഷീണിക്കുകയും കൂടി ചെയ്തു. അങ്ങനെയാണ് ശരിക്കും 2 റൗണ്ട് ആയപ്പോഴത്തേക്ക് ഉമറിൻ്റെ കാർഡിയോ അല്ലെങ്കിൽ ഉമറിൻ്റെ ഗ്യാസ് ടാങ്ക് ഏറെക്കുറെ കാലിയായത്. അന്നേരമാണ് മെറാബ്
പേസ് കൂട്ടിയത്. മെരാബ് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഒപ്പണൻറ്റിനെ ഇങ്ങനെ ചെയ്ത് ക്ഷീണിപ്പിക്കുക, അവസാനം മെരാബ് ഫുൾ സ്പേസിൽ പോകും. മെരാബ് ഒരു സ്ലോ ഡൗൺ പോലും ചെയ്യാതാണ് പോകുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്കും മെരാബ് അത് പ്രോപ്പർലി യൂസ് ചെയ്യുന്നതാണ്. മെരാബ് അങ്ങനെ യൂസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ അത് മെരാബിന് ഇന്നൊരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് മെരാബ് ജയിക്കുന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു അഡ്വാൻറ്റേജ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നൊരു കാര്യങ്ങളുണ്ട്. അതിന് പകരം മെരാബ് വെറുതെ ഇപ്പം സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ടെക്നിക്കലി ജയിച്ചെന്നിരിക്കും. കാര്യം ഉമറിന് കാർഡിയോ അത്ര ഇഷ്യൂ ഉള്ള ആളൊന്നുമല്ല. പക്ഷേ ഈ പറയുന്ന മെരാബ് ആ ഒരു സംഭവം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സാൻഹാഗൻ ഫൈറ്റിൽ ഉമർ ക്ഷീണിച്ചില്ല, എന്നാൽ ഈ ഒരു ഫൈറ്റ് വന്നപ്പോഴത്തേക്കും ഉമർ നന്നായിട്ട് ക്ഷീണിച്ചു. അതുകൊണ്ട് തന്നെ അവിടെയും ക്രെഡിറ്റ് പോകുന്ന മെരാബിനാണ്. കാര്യം ആ എൻഡുറൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തത് മെരാബാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് മെറാബിന് കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങൾ ചുമ്മാ ഇപ്പം ആ എക്സ്ക്യൂസ് ഈ എക്സ്ക്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഫൈറ്റ് കഴിഞ്ഞതിന് തൊട്ട് കുറേ തന്നെ മാനേജർ അലി അബ്ദുൽ അസീസ് എന്താ ചെയ്തേ, ഞാൻ എക്സ്ക്യൂസ് പറയുകയല്ല, പക്ഷേ ഇന്നാ ഒരു എക്സ്ക്യൂസ് എന്നുള്ള രീതിയിൽ നേരെ ഉമറിൻ്റെ കൈയുടെ ഫോട്ടോ എടുത്തിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ അതൊരു ഫൈറ്റിന് ഇടയെ പറ്റിയൊരു ഇഞ്ചുറിയാണ്. എപ്പോഴും ഈ ഡാഗിസ്ഥാനിസിൻ്റെ കേസിലാണെങ്കിൽ ഹമ്പിൾ ബി ഹമ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഒരു ലോസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതുണ്ട്. കാര്യം വിക്ടറി ആൾക്കാർ ജയിക്കുമ്പോൾ എന്ത് വേണേലും കാണിക്കാം, എന്തും പറയാം. അതിനേക്കാൾ ഉപരി ഒരു ലോസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും കൂടെ പഠിക്കേണ്ട കാര്യമുണ്ട്. ഒരു ലോസ് വരുമ്പോഴാണ് ശരിക്കും ആൾക്കാർ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ലോസിനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രോപ്പർ ഫൈറ്റർ അല്ല. മാത്രമല്ല ഇപ്പം ഈ ഒരു ഫൈറ്റിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം ഒരുപാട് എക്സ്ക്യൂസ് ഇപ്പം ഉമർ ഫാൻസ് പറഞ്ഞല്ലോ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ മെറാബിൻ്റെ സൈഡിലുണ്ട്. മെറാബിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം മറ്റേ ഏരിയൽ ഹവാനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ മെറാബ് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഡിസംബറിലൊക്കെ ഉള്ള സമയത്ത് മെറാബിനൊരു ഫുൾ ക്യാമ്പ് നേരെ ജോലി ചെയ്യാൻ പോലും പറ്റിയില്ല. കാര്യം പുള്ളിയുടെ ബാക്കിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ കാലിൽ സ്റ്റാഫ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ മറ്റേ സ്റ്റെയറിൽ വർക്കൗട്ട് ചെയ്തതിൻ്റെ സമയത്ത് വലിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. 26-27 സ്റ്റിച്ചും കണ്ടിട്ട് വെച്ചിരുന്നതാണ്. അതിൻ്റെ ഫൈറ്റ് ഈ പറയുന്ന അത് ഹീല് പോലും ആവാതെയാണ് ശരിക്കും ഈ ട്രെയിനിങ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഫൈറ്റ് വീക്ക് ആവാറായപ്പോഴാണ് പിന്നെയും കുറേയെങ്കിലും ഹീലായത്. പക്ഷേ ഇപ്പോഴും ഹീലാവാത്ത വൂണ്ട് അവിടെയുണ്ട്. Someone close to Merab told me that regular people would have probably had their leg amputated if they had to deal with the staph infection that he had on his leg. And he was just like taping it up and going to practice. Also doing 10 rounds, as John Wood told you, by the way. Right. Also, as he alluded to, a very, very serious back injury. And so perhaps that's why he wanted a little bit more time, in addition to the fact that he thought Umar didn't deserve the title shot. അത്രയും സഫർ ചെയ്തിട്ടാണ് ശരിക്കും മെറാബ് പറഞ്ഞു ഇതുപോലെ പലപ്പോഴും ട്രെയിൻ ചെയ്യാൻ പോലും പറ്റിയില്ല, കിടപ്പില്ലായിരുന്നു. അതിനെ പക്ഷേ എന്നിട്ട് ഈ പറയുന്ന ഉമർ ഇതുപോലെ പ്രകോപിപ്പിച്ചു. അതായത് എന്താ ഇപ്പം നിങ്ങൾ മെറാബ് പിൻവലിക്കും അല്ലെങ്കിൽ പുൾ ഔട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കിയത് ആ ഒരു ദേഷ്യത്തിലാണ്, ആ ഒരു വാശിയിലാണ് ശരിക്കും മെറാബ് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. അതിന് ശരിക്കും മെറാബ് കംപ്ലീറ്റ്ലി ഓക്കെ പോലും ആയിരുന്നില്ല. അന്നേരം അത്രയും ഇഷ്യൂ സർവൈവ് ചെയ്തിട്ടാണ് ശരിക്കും മെറാബ് ഫൈറ്റ് ചെയ്തത്. ഓക്കെ, അന്നേരം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസ് പറയാനുണ്ടായിരുന്ന മെറാബിൻ്റെ സൈഡിലാണ്. അതിന് മെറാബ് ഒന്നും പറഞ്ഞില്ല. അവസാനം ഫൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമറിൻ്റെ സൈഡിൽ നിന്ന് കുറേ എക്സ്ക്യൂസുകളും ഫൈറ്റ് ജയിച്ചു അത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും അബ്സേർഡാണ്. കേട്ടോ, ക്ലിയർലി മെറാബാണ് ജയിച്ചത്. ഇപ്പം നിങ്ങൾ സ്ട്രൈക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും മെറാബ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു. അവസാനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഉമറിനെ ലിറ്ററലി മെറാബ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഉരുട്ടുമായിരുന്നു, ഹ്യൂമിലിയേറ്റ് ചെയ്യുമായിരുന്നു. അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉമർ തോറ്റതാണ്. ഉമറിൻ്റെ റെക്കോർഡ് അവിടെ തീർന്നു. അതായത് അൺഡിഫീറ്റഡ് ആയിട്ട് ഇനി ഒരു റെക്കോർഡ് ഇടാനൊന്നും ഉമറിന് പറ്റത്തില്ല. കാര്യം അതൊരു പെർമനൻറ്റ് ബ്ലാക്ക് മാർക്കാണ്. മെറാബ് ഹ്യൂമിലിയേറ്റ് ചെയ്ത് കളഞ്ഞു. മെറാബാണ് ആ ഒരു മാച്ച് ജയിച്ചത്. അന്നേരം ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ബെറ്ററായിട്ട് തിരിച്ചു വരിക എന്നുള്ളത്. അതുപോലെ തന്നെ പല ഫാൻസും പറയുന്ന ഒരു എക്സ്ക്യൂസാണ്, അതായത് ഉമർ റെഡി ആയിരുന്നില്ല, അല്ലെങ്കിൽ ഉമർ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ആര് പറഞ്ഞു മെറാബിനോട് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ? ഉമറാണ് വെല്ലുവിളിച്ചത്. ഉമറിൻ്റെ ഫാൻസാണ് ശരിക്കും മെറാബിന് പേടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫൈറ്റിലോട്ട് നയിച്ചത്. അവസാനം ഫൈറ്റ് ചെയ്ത് ഉമർ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡി അല്ലായിരുന്നു പറയുന്നത് ലോജിക്ക് എന്താ? പിന്നെ ഉമർ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും യങ് ആളൊന്നുമല്ല, 28 വയസ്സുണ്ട്. അതായത് ഒരു പ്രൈം ഏജിൽ നിൽക്കുന്ന സമയമാണ്. 28-30 എന്ന് പറയുമ്പോഴാണ് ഒരു ലൈറ്റ് വെയ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബാന്തം വെയ്റ്റിൻ്റെയൊക്കെ ഒരു ഇത് വരും. ആ ഒരു സമയം, അതായത് ആ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു പ്രൈം പീരീഡ് എന്നൊക്കെ പറയുന്നത്. അതിനും പ്രൈമിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഡാഗിസ്ഥാനീസാണ്, അതും നർമഗോമഡോ ഫാമിലി ഉള്ളതാണ്. അന്നേരം ജനിച്ച നാൾ മുതൽ ഈ പറയുന്ന മാർഷൽ ആർട്സ് അല്ലെങ്കിൽ കോമ്പാറ്റ് സംഭവം അല്ലെങ്കിൽ റെസ്ലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അന്നേരം എക്സ്പീരിയൻസിന് യാതൊരു കുറവുമില്ല. പക്ഷേ ക്ലിയർലി മെറാബിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു.
മാത്രമല്ല മെറാബ് ഇവരെ ഔട്ട്സ്മാർട്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഇപ്പം ഖബീബിൻ്റെ ട്രൂ സക്സസറായിട്ട് ശരിക്കും ഞാൻ കാണുന്ന ഒരാളാണ് ഈ മെറാബ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഖബീബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, റിലൻലെസ് ആയിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക, ഈ പറയുന്ന അൺലിമിറ്റഡ് കാർഡിയോ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, വീണ്ടും 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 ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുക, ഒരു ടേക്ക് ഡൗൺ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ടേക്ക് ഡൗൺ ചെയ്യുക. ഇതാണ് ഖബീബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖബീബിൻ്റെ സെയിം പാറ്റേൺ ആണ് മെറാബ് പിടിക്കുന്നത്. അതേ രീതിയിലാണ് മെറാബ് ചെയ്യുന്നത്. എന്നാൽ ഉമർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, കുറേ കൂടെ സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ശരിക്കും ഖബീബിൻ്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മെറാബ് ഉമറിനെ തോപ്പിച്ചത്. മനസ്സിലായില്ലേ? ആ രീതിയിലാണ്. അന്നേരം ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഫൈറ്റ് നടക്കുന്നത്. നമ്മൾ ഒട്ടും ഉദ്ദേശിക്കുന്ന ഔട്ട്കംസും കാര്യങ്ങളൊക്കെ വരും. അതിന് ഇത്രയേ ഉള്ളൂ, ഒരു ലോസിനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. എസ്പെഷ്യലി ഫാൻസിനോട് പറയാനുള്ള കാര്യമാണ്. ഈ ഒരു കേസിലാണെങ്കിൽ മെറാബ് വളരെ കൺവിൻസിംഗ്ലിയാണ് ജയിച്ചത്. അതിന് മെറാബിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ തോറ്റതായിട്ട് സമ്മതിക്കുക. അത് കഴിഞ്ഞിട്ട് ഉമറെ സ്ട്രോങ്ങറായിട്ട് തിരിച്ചു വരാൻ പറ്റുമല്ലോ, അതിനുള്ള സമയമുണ്ടല്ലോ. അന്നേരം ആ രീതിയിൽ അങ്ങ് എടുക്കുക. അതിന് പകരം ഭയങ്കര ഈ സാൾട്ടിയായിട്ട് നടന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം ഈ ജമാൽ ഹില്ലിനെയൊക്കെ ആൾക്കാർ കളിയാക്കും. അതായത് ഈ ഒരു ലോസായിട്ട് എടുക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കത്തില്ലേ. സെയിം പരിപാടിയാണ് ഇപ്പം ഡാഗിസ്ഥാനി ക്യാമ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉമറിൻ്റെ മറ്റേ അനിയൻ ഉസ്മാൻ നർമഗോമഡോ ഇതുപോലെ ഒരു ട്വിറ്ററിലാണോ ഇൻസ്റ്റയിലാണോ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇതുപോലെ. അതായത് ശരിക്കും ജയിച്ചത് ഉമറാണ്, എല്ലാവരും ഒരേപോലെ കാണണമെന്നില്ല, എല്ലാവരും ഒരേപോലെ പ്ലീസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ജഡ്ജസ് ഈ രീതിയിൽ ബയാസ്ഡ് ആയിട്ട് ജഡ്ജ് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നു. അവിടെ നോക്ക്, അവർക്ക് ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫാൻസിനോടാണ് പറയാനുള്ളത്, ഇനിയും ഇതുപോലത്തെ നിങ്ങളുടെ ഫേവറേറ്റ് ഫൈറ്റേഴ്സ് ചിലപ്പം തോറ്റുന്നിരിക്കും, ചിലപ്പം ജയിച്ചെന്നിരിക്കും, ചാമ്പ്യൻ ആയെന്നൊക്കെ ഇരിക്കും. അന്നേരം ഔട്ട്കമ്മിനെ ശരിക്കും എൻഡോഴ്സ് ചെയ്യുക, വിധിയെ അംഗീകരിക്കുക, മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ഫൈറ്റർ തോറ്റിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അടുത്ത ഫൈറ്റിനേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഈ ഓടി നടന്ന എക്സ്ക്യൂസ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ആ ഫൈറ്റിൻ്റെ ഔട്ട്കമ്മിൽ യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമാധാനിപ്പിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. Don't complain. You want to become best. You want to become champion. And now you want to say like you tired. Who cares? You tired or not? Nobody care about you. Without you or with you, there is always gonna be champions. അതുകൊണ്ട് മെച്യൂറായിട്ട് പെരുമാറുക, ഒരു മെച്യൂർ ഫൈറ്റ് ഫാനായിട്ട് മാറുക. എന്നിട്ട് അപ്കമിങ് ഫൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ യു എസ് റിലേറ്റഡ് ഏതെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ഞാൻ വരാം. ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഞാൻ അത്യാവശ്യം അനോയിഡായിരുന്നു. കാര്യം ഈ അതായത് ടാലൻറ്റിൻ്റെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ വെറും ഇൻഡിവിജ്വലിന് അപ്പുറത്തേക്ക് വേറെ പല കാര്യങ്ങളും കൊണ്ട് ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ അതേ തുടർന്ന് ഞാൻ അത്യാവശ്യം അനോയിഡായിരുന്നു. ഇപ്പോൾ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആൾക്കാർ ഫൈറ്റ് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ് അതിനേക്കാൾ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക കാണുമ്പോഴത്തേക്ക് ശരിക്കും കുറച്ച് അനോയിങ് ആണ്. പിന്നെ ആ ഒരു ബേസിസിൽ മാത്രം വന്ന് സംസാരിക്കുന്നതാണ്. എന്തായാലും ഇനി ഇതുപോലെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വരാം. ബൈ ഗൈസ്.